മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കേരളത്തിന്റെ ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങളും ഇന്ന് ജല കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്ന അണക്കെട്ടിന്റെ മേൽനോട്ട സമിതി യോഗത്തിലാണ് ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു സുരക്ഷാ പരിശോധന, വിശദമായ പരിശോധന അണക്കെട്ടിൽ നടത്തണം എന്നുള്ളത് കേരളത്തിന്റെ നിരന്തരമായ ആവശ്യമായിരുന്നു. മുൻപ് സുപ്രീം കോടതിയിലും ഈ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാനം അത്തരത്തിലൊരു വാദം മുൻപോട്ട് വെച്ചിരുന്നു. കോടതി ഒരു സുരക്ഷാ പരിശോധനയ്ക്ക് മുൻപ് 2022 നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ പോലും തമിഴ്നാട് സർക്കാരിന്റെ എതിർപ്പ് പ്രകാരവും ഒപ്പം ഇതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണവും അത്തരത്തിലൊരു സുരക്ഷാ പരിശോധന നടന്നിരുന്നില്ല. ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് ഏതായാലും കേന്ദ്ര ജല കമ്മീഷൻ അനുമതി നൽകിയിരിക്കുകയാണ്. അതും അടുത്ത 1 വർഷത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. വിവിധ കാര്യങ്ങൾ ഈ ഒരു പരിശോധനയുടെ ഭാഗമാകും. അതിൽ അണക്കെട്ടിന്റെ ഘടനാപരമായിട്ടുള്ള സുരക്ഷ, ഒപ്പം ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, കൂടാതെ അതിന്റെ പ്രവർത്തനക്ഷമത, എത്രത്തോളം വെള്ളം സംഭരിക്കുന്നതിന് ഇപ്പോഴും അതിന് ശക്തിയുണ്ട് തുടങ്ങി വിവിധ ഘടകങ്ങൾ, അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഘടകങ്ങളിൽ പരിശോധന നടത്തും. അത്തരത്തിൽ പരിശോധന നടത്തി 1 വർഷത്തിനുള്ളിൽ ആ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും കേരളത്തിന്റെ നിരന്തരമായ ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു പരിശോധനയുടെ ആവശ്യമില്ല എന്നും ഈ നിർദ്ദേശങ്ങൾ പ്രകാരം അല്ലെങ്കിൽ നിലവിലുള്ള ക്രമീകരണങ്ങൾ പ്രകാരം ഇനി അടുത്ത പരിശോധന നടത്തേണ്ടത് 2026 എന്നുള്ളതുമായിരുന്നു തമിഴ്നാട് സർക്കാർ മുൻപോട്ട് വെച്ചിരുന്ന വാദം. എന്നാൽ അത് അംഗീകരിക്കാതെയാണ് നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒരു സുരക്ഷാ പരിശോധന നടക്കട്ടെ എന്നുള്ളത് കേന്ദ്ര ജല കമ്മീഷൻ തീരുമാനിച്ചത്. മുൻപ് 2011 സുപ്രീം കോടതി നിയോഗിച്ചൊരു സമിതി ഇത്തരത്തിലൊരു സുരക്ഷാ പരിശോധന അവസാനമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നടത്തിയത്. ശരി, ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.